നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ തുഷാര ആര്യസ്, ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, കോഴിക്കോട്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്ത്രീകളിലെ ആരോഗ്യ പ്രശ്നമാണല്ലോ PCOD അഥവാ PCOS. അപ്പോൾ എന്താണ് PCOD അല്ലെങ്കിൽ PCOS എന്നതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഇന്ന് ഇവിടെ ഉള്ളത് ഡോക്ടർ മുഹമ്മദ് റാഷിദ് സർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഗൈനക്കോളജി ആൻഡ് ഓബ്സ്റ്റട്രിക്സ്, ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, കോഴിക്കോട്. നമസ്കാരം സർ. അപ്പോൾ ഈ PCOD ആൻഡ് PCOS സെയിം ആണോ അതോ ഡിഫറൻസ് ഉണ്ടോ? PCOD എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ യൂസ് ചെയ്ത് വരുന്നൊരു ടേമാണ്. ആക്ച്വലി നമ്മൾ അതിന് മെഡിക്കൽ ടെർമിനോളജി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു ഓവറി. ഓവറിയിലുള്ള പത്തോളജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് PCOD എന്ന് പറയുന്നത്. വൺസ് ഇറ്റ് ബിക്കംസ് PCOS ആവുന്ന സമയത്ത് ഈ PCOD അല്ലെങ്കിൽ ഓവേറിയൻ സിംറ്റംസ് അല്ലെങ്കിൽ ഓവേറിയൻ പത്തോളജി പ്ലസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കുറച്ച് മെറ്റബോളിക് സിൻഡ്രോംസ് അല്ലെങ്കിൽ എൻഡോക്രൈനുള്ള നമ്മൾ ഹോർമോണൽ ഇംബാലൻസസ്, അതേപോലെ മെറ്റബോളിക് അതർ ഒബീസിറ്റീസ്, നമ്മൾ അക്കാന്തോസിസ്, അങ്ങനെ PCOD സംബന്ധമായിട്ട് കുറേ അധികം ലക്ഷണങ്ങൾ അതർ സിസ്റ്റത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരും. അതിനാണ് നമ്മൾ ശരിക്കും PCOS എന്ന് പറയുന്നത്. മെഡിക്കലി കൂടുതൽ യൂസ് ചെയ്യുന്ന ടേം PCOS എന്നുള്ളതാണ് യൂസ്. ഓക്കെ ഓക്കെ. അപ്പോൾ സാർ പറഞ്ഞല്ലോ വേറെ ഇതിലും ലക്ഷണങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണം? PCOD ആവുമ്പോൾ എന്ത് ലക്ഷണങ്ങളാണ്, PCOS ആയിട്ട് മാറുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക? PCOD ആവുന്ന സമയത്ത് കൂടുതൽ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. PCOD-യിൽ സാധാരണ രീതിയിൽ നമ്മൾ USG ഫൈൻഡിങ്സ് ആയിട്ടുള്ള USG നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫൈൻഡിങ്സ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ചില സ്ത്രീകൾ അല്ലെങ്കിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള PCOD സിംറ്റംസ് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ മെൻസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള താളപ്പിഴവുകൾ. അതാണ് കൂടുതൽ കണ്ടുവരുന്നത്. അത് നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്യുന്ന സിംറ്റം ഒരു പക്ഷേ അതായിരിക്കാം. മെൻസസ് റെഗുലറായി നടന്നുകൊണ്ടിരുന്ന ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് ഗ്രാജുവലി അല്ലെങ്കിൽ പെട്ടെന്ന് മെൻസസ് ഇറഗുലാരിറ്റി അല്ലെങ്കിൽ മെൻസസ് ലേറ്റ് ആവുക, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വേണേൽ സംഭവിക്കാം, അല്ലെങ്കിൽ മെൻസസ് വന്നു കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുക. അങ്ങനെ മെൻസസ് സാധാരണ വരുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചേഞ്ചസ് ആയിട്ട് വരുന്നതാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോ ഇപ്പൊ ഒരു ചോദ്യമാണ് എല്ലാവർക്കും ഉള്ളത്. അതിപ്പം സ്കാനിങ് എടുത്തുന്നിരിക്കട്ടെ. അപ്പൊ അതില് വലിയ പ്രത്യേകതയുള്ള മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പൊ വരുന്ന പേഷ്യൻസിന് ചേഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ പറഞ്ഞ രീതിയിൽ മെൻസസിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഇതുമാതിരി വേറെ രീതി ഇപ്പൊ സ്കിന്നിലൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഇത് പിന്നെ കൂടുതലായിട്ട് PCOD ആയിട്ട് മാറാനും PCOS ആയിട്ട് കൂടുതൽ പുരോഗമിക്കാനും പിന്നെ കൂടുതലായിട്ട് അവര് പേടിക്കുന്ന ഒരു കാര്യമാണ് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എന്നുള്ളത്. അതിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയുള്ള പേഷ്യൻസിന്? ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ചാൻസ് കൂടുതലാണ്. കാരണം പറഞ്ഞ പോലെ സ്കാനിങ്ങിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നില്ല, അല്ലെങ്കിൽ സ്കാനിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് കാണുന്നില്ല എന്ന് വെച്ചിട്ട് അതൊരു അസുഖമല്ല, അല്ലെങ്കിൽ അസുഖം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും അസുഖത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ലക്ഷണങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ഈ രോഗി അല്ലെങ്കിൽ സോക്കോൾഡ് ഈ ലേഡിക്ക് അനുഭവപ്പെടുന്ന സാധാരണ നോർമൽ ലൈഫിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ അനുഭവപ്പെടുന്നോ അതൊക്കെയാണ് ലക്ഷണങ്ങൾ. ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പേഷ്യൻ്റ് ഒരു ലേഡി പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അസുഖത്തിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ USG ഫൈൻഡിങ് ഒന്നും ഇല്ലാതെ തന്നെ എന്തെങ്കിലും ലക്ഷണങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം. ഭാവിയിൽ ഇതുപോലെ PCOS-ആയിട്ട് സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ ഇൻഫെർട്ടിലിറ്റി വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് PCOD PCOS. പക്ഷെ പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഇത് അധികം കേട്ടിരുന്നില്ല. ഇത് കൂടാനുള്ള കാരണം എന്തായിരിക്കും? ഇപ്പോൾ സോക്കോൾഡ് നമ്മുടെ ഈ PCOS നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് അണ്ടറിൽ വരെ ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കാരണം കറക്റ്റ് ചെയ്യപ്പെടാവുന്നതും, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ താളം തെറ്റുന്ന, ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റുന്നതായിട്ടുള്ള അസുഖമായിട്ടാണ് ഇതിനെ കണ്ടുവരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ PCOS ഉണ്ടായി കഴിഞ്ഞാൽ PCOS സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ എൻവയോൺമെന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജോലിപരമായിട്ടാണെങ്കിലും ഡൊമസ്റ്റിക് ആയിട്ടാണെങ്കിലും സ്റ്റഡി പർപ്പസിന് അക്കാദമിക് ലെവലിലാണെങ്കിലും ശരി, ഇനി ഏത് ലെവലിലും സ്ട്രെസ്സുകൾ അനുഭവിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിലെ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ അടങ്ങുന്ന സിസ്റ്റത്തിനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ട്രെസ്, അല്ലെങ്കിൽ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു കാര്യം സ്ട്രെസ് അല്ലെങ്കിൽ മനസ്സ് സംബന്ധമായിട്ടുള്ള ഭാരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് ഈ നമ്മുടെ PCOS കൂടുതൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അതിനെ ആഡപ്പ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ്സ്, എക്സസൈസ് ഇല്ലായ്മ, അതർ പ്രോസസ്സഡ് ഫുഡ് കഴിക്കുക, അതേപോലെ ഫ്രീ റാഡിക്കൽസ് കൂടുതൽ ഭക്ഷണം, ആൻറ്റി ഓക്സിഡൻസ് കുറയുക, ഫ്രീ റാഡിക്കൽസ് കൂടുക,
ഇതൊക്കെ നമ്മുടെ എല്ലാ അസുഖവും കൂട്ടുന്നത് പോലെ തന്നെ ആ ഒരു ഗണത്തിൽ വരുന്ന PCOSും കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഇതൊക്കെയാണ് കൂട്ടുന്നത്. അപ്പോ ഉള്ള വേറൊരു ഡൗട്ടാണ്, ഈ പേഷ്യൻസ് ഇപ്പോ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻ ഒന്നും ഇല്ലാതെ തന്നെ PCOS പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ കഴിയുമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ ഒരു പകുതിയോളം കേസുകൾക്ക് അല്ലെങ്കിൽ പകുതിയിലധികം കേസുകൾക്കും ഒരു പക്ഷേ മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഡയറ്റ് മാനേജ്മെന്റ്, പ്രോപ്പർ എക്സസൈസസ്, അതേപോലെ നമ്മൾ ഈ അസുഖം സെറ്റ് ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട്സ് കുറേ ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്ട്രെസ്, അതുപോലത്തെ കാര്യങ്ങൾ. അങ്ങനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തുന്നതോടുകൂടി പല പേഷ്യൻസിലും മെഡിസിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ചേഞ്ച് വരുന്നതായിട്ട് ഇഷ്ടംപോലെ സ്റ്റഡീസുകളുണ്ട്, ഇഷ്ടംപോലെ നമ്മൾ ക്ലിനിക്കൽ എവിഡൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് എല്ലാ കണ്ടീഷനിലും നമ്മൾക്ക് ഇതിനെ ആശ്രയിക്കാൻ മാത്രം പറ്റില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ മെഡിസിനും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ സ്പീഡ് ഓഫ് റിക്കവറി നമുക്ക് എന്താ ത്വരിതഗതിയിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ മാനേജ്മെന്റ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് മെഡിസിൻ പ്ലസ് അഡീഷണൽ ആയിട്ടുള്ള ഡയറ്റ് ആൻഡ് എക്സസൈസ് ആണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മളിപ്പോ കൂടുതലും ഡയറ്റിന്റെ കാര്യം സാറ് പറഞ്ഞു. എന്തൊക്കെ ഡയറ്റ് ആയിരിക്കണം ഈ പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ടുന്നത്? അത് മാത്രമല്ല, ഇപ്പൊ ചിലവര് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്നത് തടി കുറയ്ക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ശരിയായ മാർഗമാണോ, അതോ എന്താണ് നമ്മൾ ഡയറ്റിലൂടെ നമ്മൾ ചെയ്യേണ്ടത്? ശരിയാണ്. PCOS മാനേജ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡയറ്റ് അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. കാരണം ബോഡി വെയിറ്റ് കൂടുന്ന സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതേപോലെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ബോഡി ഫാറ്റ് അല്ലെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഇത് കുറയ്ക്കാനുള്ള ഏറ്റവും സഹായകമായിട്ടുള്ള കാര്യമാണ്. ബട്ട് നമ്മളത് ചെയ്യുന്ന സമയത്ത് എന്താ ബുദ്ധിശൂന്യമായ രീതിയിൽ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അതൊരു ബാലൻസ്ഡ് ആയിട്ട് ചെയ്യണം. അതുപോലും ബാലൻസ്ഡ് ആയി ചെയ്യണം. അപ്പം പലരും ചില ആളുകൾ ചെയ്യാറുണ്ട്, പറഞ്ഞ പോലെ ഭക്ഷണമൊന്നും കഴിക്കാതെ പട്ടിണി എടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുക. അങ്ങനെ കുറെ പിന്നെ പല സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ട് പലരും അല്ലെങ്കിൽ ഓതന്റിക് സോഴ്സ് എന്നല്ലാതെ ഇൻഫർമേഷൻസ് കാരണം പല മിസ്റ്റേക്കുകളും സംഭവിക്കാറുണ്ട്. ആക്ച്വലി ഒരു വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫുഡ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ശരിക്കും കാലറി ഫുഡ് കുറയ്ക്കുക. അതല്ലെങ്കിൽ നമ്മൾ എല്ലാ മെറ്റബോളിക് സിൻഡ്രോം എന്ന കണ്ടീഷനിൽ പറയുമ്പോൾ തന്നെ നമ്മൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലത്തെ കണ്ടീഷനിൽ പറയുമ്പോൾ തന്നെ അതേ മാനേജ്മെന്റ് തന്നെ ഇതിൽ മതി. അത് ഗ്ലൂക്കോസ് ഏറ്റവും കൂടിയ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. അതേപോലെ പ്രോട്ടീൻ ഡയറ്റ്, വൈറ്റമിൻസ്, പ്രോപ്പർ മിനറൽസ് ഒക്കെ നന്നായി സപ്ലൈ ചെയ്യുക. ദെൻ പ്രോപ്പർ എക്സസൈസ്. ഒരിക്കലും എക്സസൈസ് മാത്രം ചെയ്താൽ പോരാ, എക്സസൈസിന്റെ കൂടെ തന്നെ ശരിക്കും പ്രോട്ടീൻ, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് സപ്ലൈ ചെയ്തിട്ട് പ്രോപ്പർ എക്സസൈസ് ചെയ്താൽ മാത്രമേ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റൂ. സാർ ഇപ്പൊ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇന്നത്തെ പേഷ്യൻസ് ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്യാണ്ട് വരുന്നത് വളരെ കുറവാണല്ലേ. അപ്പോ നമ്മൾ മെയിൻ ആയിട്ട് PCOD സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അപ്പോ ഇവർക്ക് പേഷ്യൻസിന് വളരെ ഡൗട്ടാണ്, ഇൻസുലിൻ എന്ന് പറയുമ്പോൾ അസോസിയേറ്റഡ് വിത്ത് ഡയബറ്റീസ് അല്ലേ? ഡയബറ്റീസുമായിട്ട് ഈ PCOSന് എന്തെങ്കിലും അല്ലെങ്കിൽ PCODക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും ബന്ധമുണ്ടോ? അഥവാ ഈ PCOD ഉള്ള ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ടോ? ഈ രണ്ടും ശരിയാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് PCOD വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. PCOS ഉള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും അതേപോലെ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസും PCODയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് നമുക്ക് അറിയാം, ഒരു പക്ഷേ ഈ പറഞ്ഞ യൂട്യൂബിൽ കാണുന്നവരൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷനിൽ ബോഡിയിൽ സെറ്റ് ചെയ്യുന്നൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇൻസുലിൻ ശരീരത്തിൽ ആക്ട് ചെയ്യാൻ പറ്റില്ല. ടിഷ്യൂ ലെവലിൽ അല്ലെങ്കിൽ കോശങ്ങളുടെ ലെവലിൽ ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട്, ബട്ട് ഇൻസുലിന് അവിടെ പോയിട്ട് ആക്ട് ചെയ്യാൻ ഇല്ല എന്നുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ ഇങ്ങനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തവരായിരിക്കും കൂടുതൽ ഇൻസുലിൻ ബോഡിയിൽ ഇങ്ങനെ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹൈപ്പർ ഇൻസുലിനിമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ സെറ്റ് ചെയ്യും. ഈ ഹൈപ്പർ ഇൻസുലിനിമിയ അല്ലെങ്കിൽ ഇൻസുലിൻ ബോഡിയിൽ കൂടുന്നതിനനുസരിച്ച് ഇത് ബോഡിയിൽ ആൻഡ്രോജൻ എന്ന് പറയും, അതായത് മെയിൽ ഹോർമോൺസ്. അതുകൊണ്ടാണ് PCODയിൽ നമ്മൾ ഹിർസൂട്ടിസം പോലെ രോമ വളർച്ച, ആക്നെ, ബാൽഡനസ്, മുടി കൊഴിയ പോലെ സിംറ്റംസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആൻഡ്രോജൻ കൂടുന്നുണ്ട്. അപ്പോൾ മെയിൽ ഹോർമോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൽസിൽ കൂടുതൽ കണ്ടുവരുന്ന ആൻഡ്രോജൻ, ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ ബോഡിയിൽ കൂടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ബോഡിയിൽ ഇൻസുലിൻ കൂടുക എന്നുള്ളത്. അതേപോലെ തന്നെ ഇൻസുലിൻ കൂടി കഴിഞ്ഞാലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ ഫീമെയിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ള ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി എന്ന് വരുന്ന ഈസ്ട്രോജൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറഞ്ഞ ഹോർമോൺസ്, അതിന്റെ പ്രൊഡക്ഷനും ഇത് ഗണ്യമായിട്ട് കുറയ്ക്കും. അതേപോലെ തന്നെ ബോഡിയിൽ സാധാരണ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു SHBG എന്ന് പറഞ്ഞൊരു കമ്പണന്റ് ഉണ്ട്. ഇതിന്റെ പ്രൊഡക്ഷൻ കൂട്ടും. അത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന സമയത്ത് ആൻഡ്രോജൻ ബൈൻഡ് ചെയ്യുന്ന
കപ്പാസിറ്റി കുറയും. അതിൽ ബോഡിയിൽ കൂടുതൽ ആൻഡ്രോജൻസ് കൂടുതലായിട്ട്, അതായത് മെയിൽ ഹോർമോൺസ് കൂടും. അപ്പോൾ PCODന്റെ ഓരോ ലക്ഷണങ്ങൾ വരാൻ പറ്റും. ഓവുലേഷൻ പെൻഡിങ്, ഓവുലേഷൻ ബ്ലോക്ക് ചെയ്യപ്പെടും. അതേപോലെ ഗൊണാഡോട്രോപിൻസ് ആയിട്ടുള്ള ഹയർ സെന്റേഴ്സിൽ നിന്ന് വരുന്ന ഹോർമോൺസും എന്ത് ചെയ്യും, കുറയും. അതുകൊണ്ട് തന്നെ PCOD ഉണ്ടാവാനുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈപ്പർ ഇൻസുലിമിയ എന്ന കണ്ടീഷൻ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വേറെ എന്തൊക്കെ ഇതുമാതിരി മെറ്റബോളിക് സിൻഡ്രംസ് എന്ന് പറയുന്ന കൂട്ടത്തിൽ പെടുന്ന എന്തൊക്കെ അസുഖങ്ങൾ വരാം അവർക്ക്? ഡയബറ്റീസ് കൂടാണ്ട് വേറെ എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ? അത് നമുക്ക് PCOSന്റെ കാര്യത്തിൽ അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് അത് വരും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് യൂഷ്വലി ക്ലിനിക്കലി കണ്ടുവരുന്ന കാര്യങ്ങൾ കൂടുതലും PCOSന്റെ കൂടെ വരുന്ന ഒന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് സെറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ ഹൈപ്പോ തൈറോയിഡ്സം, തൈറോയ്ഡ് ഹോർമോൺ കുറയുന്ന അവസ്ഥ. അതേപോലെ തന്നെ ചില അപൂർവ ആളുകൾക്ക് ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ബട്ട് കൂടുതലും കണ്ടുവരുന്നത് PCOS, ഡയബറ്റീസ്, അതേപോലെ ഹൈപ്പോ തൈറോയിഡിസം പോലുള്ള അസുഖങ്ങളാണ്. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഈ ആൻഡ്രോജൻ കൂടുമ്പോഴത്തേക്കും ഈ ഹെർസ്യൂട്ടിസം, അതായത് മുഖത്തിലെ രോമ വളർച്ച, അങ്ങനത്തെ കാര്യങ്ങൾ, ആക്നെ ഇതുപോലത്തെ. അപ്പോ മെയിൻ ആയിട്ട് പേഷ്യൻസിന്റെ ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോബ്ലം ആയിട്ട് നമ്മളോട് പറയുന്നതാണ്, എനിക്ക് വേഗം ഇത് മാറ്റിത്തരണം, ഈ മുഖത്തെ കുരുക്കൾ മാറ്റിത്തരണം, അല്ലെങ്കിൽ മുടി കൊഴിയുന്നത് മാറ്റിത്തരണം, അങ്ങനെയൊക്കെ. അപ്പൊ അതിനു വേണ്ടി മാത്രം മരുന്ന് ചോദിച്ചു വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോ നമ്മൾ അതിനു വേണ്ടി മാത്രം മരുന്ന് കൊടുക്കണോ, അതോ PCODക്ക് മാത്രം നമ്മൾ മരുന്ന് കൊടുത്താൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മാറുമോ? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ നമ്മൾ ഉത്തരം പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. ഈ പറഞ്ഞ ഹൈപ്പർ ആൻഡ്രോജിനിസം അല്ലെങ്കിൽ ഹിർസൂട്ടിസം, രോമ വളർച്ച, ആക്നെ, ബാൽഡ്നസ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ആൻഡ്രോജൻസ്, മെയിൽ ഹോർമോൺസ് ബോഡിയിൽ കൂടുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണോ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കുറഞ്ഞോളും. അപ്പം ഹൈപ്പർ ആൻഡ്രോജിനസ് അല്ലെങ്കിൽ മെയിൽ ഹോർമോൺസ് കൂടുന്ന കാര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ. അപ്പൊ അതിന് കുറയ്ക്കാൻ നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റും. അതേപോലെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് നമുക്ക് എക്സസൈസ്. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു സയന്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയന്റെ സഹായത്തോടുള്ള എക്സസൈസ് ആൻഡ് ഡയറ്ററി മാനേജ്മെന്റ് പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് മെയിൽ ഹോർമോൺസ്, ആൻഡ്രോജൻസ് കുറയ്ക്കാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ റിസൾട്ടുകളായിട്ടുള്ള ഈ കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരിക്കലും ഇതിന്റെ ഒരു പുറമെ കാണുന്ന പ്രസന്റേഷൻ മാത്രം മാറ്റിയത് കൊണ്ട് അതൊരിക്കലും മാറാൻ പോകില്ല. അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയും ചെയ്യും. തന്നെയല്ല, ഉള്ളിലുള്ള പ്രശ്നം അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ കോസ് നീക്കുക എന്നുള്ളതാണ്, PCOD പൂർണ്ണമായി മാറ്റാന്നുള്ളതാണ് അല്ലേ? അപ്പോ അതുമാതിരി തന്നെയാണ് ഈ മെൻസസ്. ചിലവർക്ക് മെൻസസ് ഒക്കെ റെഗുലർ ആയിരിക്കും, കൃത്യമാസം വരുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ മാതിരി ഹെർസ്യൂട്ടിസം അല്ലെങ്കിൽ അങ്ങനത്തെ അഥവാ വേറെ PCODയുടെ സിംറ്റംസ് മാത്രമായിരിക്കും അവരിൽ ഉണ്ടാവുക. അപ്പൊ ക്വസ്റ്റ്യൻ, ഈ മെൻസസ് റെഗുലർ ആയ പേഷ്യൻസിന്, സപ്പോസ് PCOD പേഷ്യൻസിന് വന്ധ്യത വരാനുള്ള, കൺസീവ് ആവാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത ഇല്ലാതില്ല. അതായത് ഇപ്പൊ പറഞ്ഞ കാര്യം, മെൻസസ് റെഗുലർ ആണ്, ബട്ട് അതർ സിംറ്റംസ് ഓഫ് PCOS കാണുന്നുണ്ട് എന്നല്ലേ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് PCOS തന്നെയാണോ ഡയഗ്നോസിസ് എന്നാണ് ഉറപ്പുവരുത്തണം. കാരണം PCOSൽ ഉണ്ടാകുന്ന അതർ സിംറ്റംസ് ആയിട്ടുള്ള ഹിർസൂട്ടിസ് ആണെങ്കിലും മെറ്റബോളിക് സിൻഡ്രത്തിന്റെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ PCOSന് മാത്രമല്ല വേറെ പല കണ്ടീഷൻ കൊണ്ടാണോ ഇത് ഉണ്ടാവുന്നത് ആലോചിക്കണം. ഒരിക്കൽ നമ്മൾക്ക് ഓവുലേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ റെഗുലർ മെൻസസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പ്രോപ്പർ ഓവുലേഷൻ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. റെഗുലർ മെൻസ്ട്രേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഓവുലേഷൻ ശരിയായ രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഓവുലേഷൻ ആണ് ഒരു ഇൻഫെർട്ടിൽ അല്ലെങ്കിൽ ഒരു ഗർഭം ധരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ വേറെ സ്ട്രക്ചറൽ ആയിട്ടോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ പ്രഗ്നൻസിക്ക് സാധ്യത കൂടുതലാണ്. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രത്തിന്റെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഈവൻ ദോ മെൻസസ് ഈസ് റെഗുലർ എന്നാണെങ്കിൽ പോലും മെറ്റബോളിക് സിൻഡ്രത്തിന്റെ കുറെ ഫീച്ചേഴ്സ് ഉള്ള സ്ഥിതിക്ക് വേറെ എന്തെങ്കിലും കുറെ കണ്ടീഷൻ മെറ്റബോളിക് സിൻഡ്രം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വേറെ രീതിയിൽ ഇൻഫെർട്ടിലിറ്റിനെ ബാധിക്കാം. ഫോർ എക്സാമ്പിൾ, എൻഡോമെട്രിയം റിസെപ്റ്റിവിറ്റി കുറയ്ക്കാം. അതായത് ഒരു ഓവുലേഷൻ ഒക്കെ പ്രോപ്പറായി നടക്കുന്നുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള സെമൻ ഒക്കെ ഉണ്ട്, ഫെർട്ടിലൈസേഷൻ പോലും നടക്കുന്നുണ്ട്. ബട്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇംപ്ലാന്റേഷൻ എന്ന പ്രോസസ്സ് ഒരു പക്ഷേ അവിടെ മിസ്സാവും. അങ്ങനെ കുറെ ഒരു എപ്പോഴും മെറ്റബോളിക് സിൻഡ്രത്തിനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെറ്റബോളിക് സിൻഡ്രം എന്ന് വെച്ചാൽ ബോഡിയിൽ വ്യാപകമായിട്ട് എല്ലാ സിസ്റ്റത്തിലും ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ക്വാളിറ്റി ഓഫ് ദിസ് ഹെൽത്തി ഇൻഡിവിജ്വൽ അത് നന്നായിട്ട് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ പ്രോപ്പറായി നടക്കുന്നുണ്ടെങ്കിലും മേ ബി ഇൻഫെർട്ടിലിറ്റി ചാൻസ് കൂടുതലാണ്. മെൻസസ് റെഗുലർ ആയിരിക്കും, പക്ഷേ ഇൻഫെർട്ടിലിറ്റി ചാൻസ് കൂടുതലാണ്. അപ്പം ആ കാര്യങ്ങളും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ സർ, ഈ അസുഖം പൂർണ്ണമായി മാറുമോ എന്നുള്ളതാണ് അടുത്ത സംശയം. ഇത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായി മാറ്റാൻ പറ്റുന്ന ഒരു അസുഖത്തിൽപ്പെട്ട
ഒരു കാര്യമാണ് PCOS. വേറെയുള്ള പല അസുഖങ്ങളും പോലെയല്ല ഇത്. പ്രോപ്പർ മാനേജ്മെന്റ്, അതായത് ഡയറ്റ് മാനേജ്മെന്റ്, എക്സസൈസ്, വേറെ എന്തെങ്കിലും കോഴ്സുകൾ, അതിൽ ഈ അസുഖത്തെ നിലനിർത്തുന്ന കുറേ കോഴ്സസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ്സുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അത് മാനേജ് ചെയ്യുക. കൂടെ ഏറ്റവും മികച്ചൊരു മെഡിസിനും കൂടി, പ്രത്യേകിച്ച് ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അപ്പോൾ സാറിന്റെ ഒരു എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരു പേഷ്യന്റ് PCOD മാറ്റിയ ഒരു പേഷ്യന്റ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ? PCOD നമ്മൾക്ക് അറിയാലോ, ഗൈനക്കോളജി OPകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കേസുകൾ PCOS ആയിട്ടുണ്ടാവും. അങ്ങനെ പറയാൻ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഒരു 12 വർഷമായിട്ട് PCOS പ്ലസ് മെയിൽ ഫാക്ടർ ഒന്നും ഇല്ലാത്തൊരു ഇൻഫെർട്ടിലിറ്റി കേസ് ആയിരുന്നു. അപ്പം അത് പല രീതിയിലും നമ്മൾ ഇപ്പം കൺവെൻഷണൽ സിസ്റ്റത്തിൽ പല ട്രീറ്റ്മെന്റും ചെയ്തു, IVF-ഉം ഒക്കെ ചെയ്താണ് ഫെയിലായ കേസാണ്. അവർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടുതലായിട്ടില്ല ഒവേറിയൻ ചേഞ്ചസ് കൂടുതലായിട്ട് കാണാൻ പറ്റില്ല. ബട്ട് അവരെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഈ പറഞ്ഞ പോലെ ഹൈപ്പർ ആൻഡ്രോജനത്തിന്റെ കുറെ ഫീച്ചേഴ്സ്, രോമ വളർച്ച, ആക്നെ പോലത്തെ കുറെ സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 12 വർഷമായിട്ട് അവര് പല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും സക്സസ് ആവാത്ത കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ ഹോമിയോപ്പതിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേസ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരെ ഒരു സാധാ ഒരു അസുഖമായിട്ടല്ല കാണുന്നത്. ആ പേഷ്യന്റിനെ, ആ വ്യക്തിനെയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പേഷ്യന്റിന് നമ്മൾ കൂടുതൽ ഇന്ററാക്ഷൻ വരുത്തിയ സമയത്ത് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, പേഷ്യന്റ് ആക്ച്വലി സിംറ്റംസ് അല്ലെ ഒവേറിയൻ പത്തോളജീസ് വളരെ കുറവാണെങ്കിലും പോലും ഒരു ഹോർമോണൽ ഇംബാലൻസ് ഇഷ്ടംപോലെ ഉണ്ടായി. അതിന്റെ സയൻസ് നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തൊരു കാര്യം അവരുടെ ഇമോഷണൽ സ്റ്റാറ്റസ്, അവരുടെ ഡൊമസ്റ്റിക് ആയിട്ട് അഫയേഴ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്ത സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടു. പേഷ്യന്റ് പോലും അത് എൻ്റെ അസുഖത്തെ നിലനിർത്തുന്ന, അല്ലെങ്കിൽ എനിക്ക് കുട്ടികളില്ലാത്ത കാരണം ഇതാണെന്ന് മനസ്സിലാക്കാത്ത കണ്ടീഷനായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇടപെട്ട് അതിലെ ഒരു സൊല്യൂഷൻ വരുത്തിയ സമയത്ത് തന്നെ നമുക്ക് അത് ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി കറക്റ്റ് ചെയ്യാൻ പറ്റി. അത് പോസിറ്റീവ് പ്രഗ്നൻസി പോസിറ്റീവ് ആക്കാൻ പറ്റിയൊരു കണ്ടീഷൻ. അത് ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ, നമ്മൾ PCOS എന്ന് പറയുന്നത് വെറും ഓവേറിയൻ പത്തോളജി മാത്രം കാണാതെ നമ്മൾ ഹോമിയോപ്പതി എല്ലാ അസുഖത്തിനെയും കാണുമ്പോൾ തന്നെ ഈ ഹോമിയോപ്പതിക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പേഷ്യന്റ് ആസ് എ ഹോൾ ആണ് കാണുന്നത്, പേഷ്യന്റിനെ നമ്മൾ അതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് PCOS, അതുപോലെ ഹോമിയോപ്പതി. അങ്ങനെ നമുക്ക് PCOD അല്ലെങ്കിൽ PCOS എളുപ്പത്തിൽ നമുക്ക് ഹോമിയോപ്പതിയിൽ പ്ലസ് ഈ ഡയറ്ററിയും എക്സസൈസിന്റെയും കൂടി ആവശ്യമുണ്ടല്ലോ അല്ലേ? അതിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് പൂർണ്ണമായും മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും മാറ്റാൻ പറ്റുന്നത്. ഇത് ഏകദേശം എത്ര കാലയളവ് എടുക്കും ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ട് കൊടുക്കാൻ? അത് നമ്മൾക്ക് അത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഒരു 2 to 3 months അല്ലെങ്കിൽ 3 to 4 months കൊണ്ട് നമുക്ക് ചേഞ്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇൻഡിവിജ്വൽ, അതുപോലെ ഈ അസുഖത്തിന്റെ കിടപ്പ് എത്രത്തോളം ഡീപ് സീറ്റഡ് ആണ്, എന്തൊക്കെ കാരണങ്ങളാണ് ഇതിനെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാക്കുന്നത്, തന്നെയല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പല പേഷ്യൻസും നമ്മുടെ അടുത്ത് എത്തുന്നത് ഒന്നിലധികം തവണ അല്ലെ കുറെ തവണ ഹോർമോണൽ സ്റ്റിമുലേഷൻസ്, ഇൻഡക്ഷൻ ഒക്കെ നടത്തി ഉള്ള കേസുകളാണ്. അങ്ങനത്തെ കേസുകൾ അത് കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ മുകളിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് എടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ചേഞ്ച് വരാൻ കുറച്ച് സമയങ്ങൾ കൊടുക്കേണ്ടി വരും. ബട്ട് അങ്ങനെ കൂടുതൽ ഡ്രഗിന്റെ ഇന്ററാക്ഷൻ ഒന്നും വരാത്ത, അല്ലെങ്കിൽ പിന്നെ സോ കോൾഡ് കേസസ് കാണാൻ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വരുന്നതാണെങ്കിൽ പോലും കുറച്ച് സമയം എടുത്താൽ നമുക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോ ഈ ചുരുങ്ങിയ കാലയളവിൽ നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്ത് പൂർണ്ണമായ ക്യൂർ കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. അപ്പൊ ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം സർ. താങ്ക് യു.